ശ്രീ നിതിൻ അദ്ദേഹം പറഞ്ഞത് അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പക്ഷേ ഈ ജനാധിപത്യത്തിന്റെ ഏത് പേജിലാണ് ഒരു പോലീസ് കോൺസ്റ്റബിൾ, ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ, മുന്നിൽ നിൽക്കുന്ന വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ നിറമാസ ഗർഭിണിയായിട്ടുള്ള വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ ശരീരത്തേക്ക് വലിയ കല്ലെടുത്തെറിഞ്ഞ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം എന്ന് നിങ്ങൾ പഠിച്ച ഏത് ജനാധിപത്യത്തിന്റെ താളിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചത് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ സഹജീവികളായിട്ടുള്ള സാധാരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ അവർ സിസ്റ്റത്തിനകത്ത് അവർ ആ പണിയെടുക്കുന്നു, അവർ ആ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ മനുഷ്യരാണ്. അവരുടെ നേർക്ക് പെപ്പർ സ്പ്രേ അടിക്കുന്നത് ഏത് ജനാധിപത്യത്തിന്റെ താളിൽ നിന്നാണ് CJP-യുടെ പ്രവർത്തകന്മാർ പഠിച്ചത് എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു മാധ്യമ പ്രവർത്തകനടക്കം, മലയാളിയായ ഒരു മാധ്യമ പ്രവർത്തകനടക്കം, അദ്ദേഹം ആ കല്ലും എടുത്തു വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കല്ലുകൾ ഞങ്ങളുടെ നേർക്ക് വരുന്നു, പോലീസ് ബ്ലോക്കേഡിന്റെ പുറകിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ വിഷ്വൽ അയച്ചു തരാം. അപ്പോൾ ആ റിപ്പോർട്ടർ ടിവിയുടെ ചാനലുകാരൻ ഉൾപ്പെടെ ഏറുകൊണ്ട് ആ കല്ലെറിയുന്നത് ജനാധിപത്യത്തിന്റെ ഏത് താളിൽ നിന്നാണ് CJP-യുടെ പ്രവർത്തകന്മാർ പഠിച്ചത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുപോലെ പോലീസിന്റെയും അതുപോലെ നിങ്ങൾ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ സമരം ചെയ്യുന്നത്. അങ്ങനെയുള്ള നിങ്ങൾ തന്നെ ഈ രാജ്യത്തിന്റെ പൊതുസ്വത്തായ എന്റെയും നിങ്ങളുടെയും സമ്പാദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള സർക്കാർ മുതലുകൾ തല്ലി തകർക്കുന്നത് ഏത് അക്കൗണ്ടബിലിറ്റിയുടെ ഏത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു തന്നാൽ അത് കേരളത്തിലെയും ഇന്ത്യയിലെയും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. ഇനി ശ്രീ സന്തോഷ് കുമാർ, അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഭരണത്തിൽ നിന്നിരുന്ന പാർട്ടിയുടെ നേതാവായിരുന്നു. PSCക്ക് ജോലി കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങളുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ, നിങ്ങളുടെ പിണറായി വിജയൻ ഭരിച്ചിരുന്ന 10 വർഷം ഭരിച്ചിരുന്ന സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ തലമുണ്ടനം ചെയ്ത് റോഡിൽ മുട്ടിൽ ഇഴഞ്ഞ് തൊലി പൊട്ടി, അതുപോലെ റോഡിൽ മണ്ണ് വാരി തിന്ന് സമരം ചെയ്ത നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു. അക്കൗണ്ടബിലിറ്റിയുടെ പേരിൽ ഏത് മന്ത്രിയാണ് നിങ്ങൾ പുറത്താക്കിയത്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? അതുപോലെ തന്നെ ഇതാ ഇപ്പൊ ചോദ്യപേപ്പർ ചോർച്ച നടന്നു. കോൺഗ്രസിന്റെ ഏത് മന്ത്രിയാണ് നിങ്ങൾ PSCയുടെ ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ പുറത്താക്കിയത്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? അതുപോലെ തന്നെ ഈ പറയുന്ന വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ CMRലുമായി നടത്തിയിട്ടുള്ള മാസപ്പടി ഇടപാടിൽ ആ പേരിൽ നിങ്ങൾ ഏത് അക്കൗണ്ടബിലിറ്റിയുടെ പേരിൽ ആരെയാണ് നിങ്ങൾ പുറത്തു നിർത്തിയത്? ആരെയാണ് നിങ്ങൾ ശിക്ഷിച്ചത്? ആരാണ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തത്? ഒന്ന് പറഞ്ഞു തരാമോ? കരുവന്നൂരിൽ സാധാരണക്കാരുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന നേതൃത്വം കൊടുത്ത നിങ്ങളുടെ മുൻ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആളെ നിങ്ങൾ പുറത്തു നിർത്തിയോ? രാജിവെപ്പിച്ചോ? നിങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിച്ചു പിടിച്ചില്ലേ? നിങ്ങൾ പാർട്ടി സെക്രട്ടറി ആക്കി കൊടുത്തില്ലേ? ആ പാർട്ടി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് ഒരു പ്രസക്തിയും ഇല്ലാത്തടത്ത് എന്തെങ്കിലും ഒന്ന് കാണിച്ച്, എന്തൊരു കുന്തം കാണിച്ചിട്ടായാലും നേതാവാം എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ് എന്ന് ഞാൻ പ്രിയപ്പെട്ട സന്തോഷ് കുമാറിനോട് ഓർമ്മിപ്പിക്കണം.